6 വിന്നേഴ്സ്, 3 പേര് യൂട്യൂബിൽ നിന്നും 3 പേര് ഇൻസ്റ്റയിൽ നിന്നും. ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് അയക്കരുത്. ക്രിസ്മസും ന്യൂ ഇയറും കാരണം പച്ച കളർ എവിടെയും കിട്ടാനില്ല. ഓക്കെ, പ്ലീസ് ഇഗ്നോർ ദിസ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ അലാറം വെച്ചേ, പക്ഷെ ഞാൻ എണീറ്റില്ല. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ രാത്രിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കളർ ബൾബൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമ്മുടെ ന്യൂ ഇയർ ഗിവ് അവേ, ഞാൻ വലിയ ഇൻട്രോ ഒന്നും പറയുന്നില്ല. ക്രിസ്മസ് ഗിവ് അവേ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ചില പ്രത്യേക സാഹചര്യം കാരണം അത് ഡിലേ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ന്യൂ ഇയർ ഗിവ് അവേ ആയിട്ട് നടത്താം. ഒരു 3-4 ആഴ്ച മുമ്പ് ഈ ഒരു പേർപ്പിൾ ജേർണൽ കിറ്റിന്റെ ഗിവ് അവേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഏതാന്ന് കമന്റ് ചെയ്യാൻ. സോ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് കണ്ട കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാം ഒന്നുമില്ല, എന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ ഒന്നല്ല 6 പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ 3 കാറ്റഗറി, അതിൽ നിന്ന് 6 വിന്നേഴ്സ്, 3 പേര് യൂട്യൂബിൽ നിന്നും 3 പേര് ഇൻസ്റ്റയിൽ നിന്നും. നമ്മൾ ഫസ്റ്റ് ഗിവ് അവേ എങ്ങനെയാണ് നടത്തിയത് അതുപോലെ തന്നെയായിരിക്കും ഇതും. ഈ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ കമന്റ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട. നാളെ ഞാൻ 3 ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും, യൂട്യൂബിലും ഇൻസ്റ്റയിലും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ അതിന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനിയിപ്പോ ഞാൻ ഒത്തിരി ലാഗ് ആക്കാതെ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് കാറ്റഗറി ജേർണൽ കിറ്റ്. ഏറ്റവും കൂടുതൽ കമന്റ്സ് ജേർണൽ കിറ്റിനായിരുന്നു. ഇത്തവണ ഒന്നല്ല 2 ജേർണൽ കിറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു റെഡും ഒരു ഗ്രീൻ കളർ തീമിലും വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം യൂട്യൂബിൽ നിന്നുള്ള വിന്നറിനും ഒരെണ്ണം ഇൻസ്റ്റയിൽ നിന്നുള്ള വിന്നറിനുമാണ്. ഓൾസോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ജേർണൽ കിറ്റിനകത്തുള്ള സപ്ലൈസ് എന്തൊക്കെയാണെന്നൊന്ന് എടുത്ത് കാണിക്കുമെന്ന്. ഇതിലുള്ള എന്തൊക്കെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം. റെഡ് കളർ ജേർണൽ കിറ്റ് ഒരു മഷ്റൂം തീമിലാണ് വരുന്നത്. ഇതിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. സോ ആ റെഡ് കളർ ജേർണൽ കിറ്റിലുള്ളത് ഇത്രയും ഐറ്റംസ് ആണ്. ഇനി ഗ്രീൻ കളർ, ഇതൊരു ലീഫി വിൻറ്റേജ് തീമാണ്. ഇതൊക്കെയാണ് അപ്പൊ ഗ്രീൻ കളർ കിച്ചനകത്തുള്ള സപ്ലൈസ്. ഇനി സെക്കൻഡ് കാറ്റഗറി റാൻഡം എസെൻഷ്യൽസ്. കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സ്കിൻ കെയർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ. കുറെ കമന്റ്സ് കൊണ്ട് സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന്. സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഇത്തവണ സ്കിൻ കെയർ ഇല്ല, പകരം റാൻഡം എസെൻഷ്യൽ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ബാഗ് ആണ്. ഒരു ചെറിയ റെഡ് ഹാൻഡ് ബാഗ് ആണ്. ഇത് ഇപ്പൊ ലൈറ്റ് എഫക്ട് കാരണം വേറൊരു റെഡ് ആയിട്ടാണ് കാണുന്നത്. ശരിക്കും നാച്ചുറൽ ലൈറ്റിൽ ഇത് ഇങ്ങനെ ഒരു റെഡ് ആണ്. ഇപ്പോ ഭയങ്കര ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു കളറാണ് ചെറി റെഡ്. സോ ഇതും ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് ഒരാൾക്കും ഇൻസ്റ്റയിൽ നിന്ന് ഒരാൾക്കും. പിന്നെ ഇതിന്റെ കൂടെ 2 ബ്ലഷ്, ഒരു 100 റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടാവും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവരുടെയും സ്കിൻ ടോണിന് മാച്ച് ആവുന്നതാന്ന് ഉറപ്പിക്കാൻ. ഇത് ഇൻസൈറ്റിന്റെ റാസ്ബെറി ജെലാറ്റോ എന്ന് പറയുന്ന ഷെയ്ഡിൽ വരുന്ന 2 ബ്ലഷ് ആണ്. ഇതാണ് ഷെയ്ഡ്. ഈ ലൈറ്റ് എഫക്ട് കാരണമാണോന്ന് അറിയില്ല, എനിക്ക് സ്ക്രീനിലെല്ലാം പിങ്ക് ആയിട്ടാണ് കാണുന്നത്. എനിവേസ് ഷെയ്ഡ് ഇതാണ്, റാസ്ബെറി ജെലാറ്റോ. സോ അത് 2 എണ്ണം. പിന്നെ 2 ലിപ് ലൈനർ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് മാർസിന്റെ 03 ബ്ലഡ് ബാത്ത് എന്ന് പറയുന്ന ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ആവും, കാരണം ഇത് എന്റെ ഫേവറേറ്റ് ലിപ് ലൈനർ ആണ്. ഞാൻ ഇതിന് മുമ്പ് ഇതിന്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി പേര് ഷെയ്ഡ് ചോദിച്ചിട്ട് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ അത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്, മാർസിന്റെ 03 ബ്ലഡ് ബാത്ത്. അപ്പൊ റാൻഡം എസെൻഷ്യൽ കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് ഇതൊക്കെയാണ്: ഹാൻഡ് ബാഗ്, ബ്ലഷ് ആൻഡ് ലിപ് ലൈനർ. ഇത് യൂട്യൂബിൽ നിന്ന് ഒരു വിന്നറിനും ഇൻസ്റ്റയിൽ നിന്ന് ഒരു വിന്നറിനും. ഇനി മൂന്നാമത്തെ കാറ്റഗറി ക്രാഫ്റ്റ് സപ്ലൈസ്. കുറേ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പൈപ്പ് ക്ലീനർ സെറ്റ് ഇൻക്ലൂഡ് ചെയ്യുമെന്ന്. കാരണം ഇപ്പൊ പൈപ്പ് ക്ലീനർ ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. സോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് ആൻഡ് മെറൂൺ കളറുള്ള സെറ്റാണ് എനിക്ക് കിട്ടിയത്. പച്ച കളർ അന്വേഷിച്ച് ഞാൻ കുറേ നടന്നു. ക്രിസ്മസും ന്യൂ ഇയറും കാരണം പച്ച കളർ എവിടെയും കിട്ടാനില്ല. ഓൺലൈൻ വാങ്ങാൻ സമയമില്ലാത്ത കാരണം ഞാൻ അത് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിയത്. സോ ഈ 2 കളേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്.
മെറൂണും പിങ്കും. സോ ഇത് രണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഈ സ്റ്റിക്കേഴ്സ്, ഇതിന്റെ പേരെന്തായിരുന്നു, കവായ് സ്റ്റിക്കേഴ്സ്, ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കവായ് സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും ഞാൻ എന്താ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ട് 2 വിന്നേഴ്സിന് വേണ്ടിയിട്ട്. ഇത് 3-4 കളർ തീം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സ്കൈ ബ്ലൂ അല്ലേ, സ്കൈ ബ്ലൂ കളർ തീമിൽ വരുന്നത്. പിന്നെ ഈ ഒരു യെല്ലോ കളർ, ദെൻ പേർപ്പിൾ ആൻഡ് ഈ ഒരു പിങ്ക് കളർ തീമിൽ വരുന്നതും കൂടി ഉണ്ട്. സോ സ്റ്റിക്കേഴ്സ് ആൻഡ് ക്ലേ സെറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ 2 ക്ലേ സെറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ് സപ്ലൈ കാറ്റഗറിയിൽ. സോ പൈപ്പ് ക്ലീനർ, കവായ് സ്റ്റിക്കേഴ്സ് ആൻഡ് ക്ലേ, ഇത് മൂന്നുമാണ് ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഞാൻ പറഞ്ഞ പോലെ 3 വീഡിയോസ് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും, ഇൻസ്റ്റയിലും യൂട്യൂബിലും. യൂട്യൂബിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ അതിന്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഇൻസ്റ്റയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതിന്റെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ റിസൾട്ടിന്റെ കാര്യം, അത് ജനുവരി ഒരു പകുതി ആകുമ്പോൾ, അത്രയും പോകണ്ടല്ലേ, ജനുവരി ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും, ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തേക്കാം. അതിന്റെ കാര്യം ഞാൻ നാളത്തെ ഷോർട്ട് വീഡിയോയിൽ പറയാം. ആൻഡ് ഇത്തവണ ഈ ഗിഫ്റ്റ്സ് എല്ലാം ഡബിൾ ആക്കിയത്, അതായത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഈ ഗിവ് അവേ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് അയക്കരുത് ഈ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞ്, പ്ലീസ്. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ജേർണൽ കിറ്റ് ഗിവ് അവേയുടെ സമയത്ത് എനിക്ക് കുറേ മെസ്സേജസ്, ലിറ്ററലി ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, ആ ജേർണൽ കിറ്റ് തരാമോ ചോദിച്ചിട്ട്. കാരണം ഞാൻ കുറേ കമന്റ് ചെയ്തു, ലൈക്ക് ചെയ്തു, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും അത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ കമന്റ് ഇട്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ എനിക്ക് വല്ല ഭൂട്ടാൻ ലോട്ടറി അടിക്കണം, അതാണെങ്കിൽ പൂട്ടിയും പോയി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ച് അത് പർച്ചേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഗിഫ്റ്റിംഗ് ഇവന്റ് നടത്തുന്നത്. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എനിക്ക് റിക്വസ്റ്റ് മെസ്സേജസ് അയക്കരുത്. ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. അല്ലാതെ ഇപ്പോൾ ഗിവ് അവേയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ 2 പേരെ മെൻഷൻ ചെയ്യണം, 4 പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യണം, എൻ്റെ മറ്റേ അക്കൗണ്ട് ഫോളോ ചെയ്യണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതിന്റെ വീഡിയോയിൽ ഒരു കമന്റ് ഇടുക. ഇൻസ്റ്റ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഏത് പ്രോഡക്റ്റ് ആണോ ഇഷ്ടം അതിന്റെ വീഡിയോയിൽ ഒരു കമന്റ് ചെയ്യുക. സോ യെസ്, ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. അപ്പം ഞാൻ നാളെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ഇൻസ്റ്റയിലും യൂട്യൂബിലും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി അപ്ഡേറ്റ്സ് ഇട്ടേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. എവ്രി വൺ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.